സിനിമാ സമരത്തിൽ അന്തിമ തീരുമാനം മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്ന് ഫിലിം ചേംബർ. ഈ മാസം 10-ന് ശേഷം ചർച്ച നടക്കും. ആവശ്യങ്ങളിൽ സമവായമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. ഇന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ചർച്ച 10-ാം തീയതിക്ക് ശേഷം ഒരു ചർച്ച സിനിമാ മന്ത്രി നമ്മളെ എല്ലാ അഫിലിയേഴ്സിനും വിളിച്ചുകൊണ്ട് ഒരു അഫിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ചേംബറിൽ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ വിളിച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വയ്ക്കാമെന്ന് 10-ാം തീയതിക്ക് ശേഷം മീറ്റിംഗ് വയ്ക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കൊടുത്തുള്ള നിവേദനങ്ങളാണ് അദ്ദേഹം അതിന് ഒരു മീറ്റിംഗിൽ കൂടി പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അനുഭവാത്മകമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേംബറിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായിട്ട് മുന്നോട്ട്. വിശദാംശങ്ങൾ അർജുൻ മട്ടന്നൂർ നൽകും. അർജുൻ, സമരവുമായി അതായത് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, മന്ത്രിയുമായുള്ള ചർച്ചയിലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, സമവായമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തായിരുന്നു യോഗത്തിലെ ചർച്ചകൾ? ശ്രുതി, പ്രധാനമായും GSTക്കൊപ്പമുള്ള വിനോദ നികുതി സർക്കാർ ഒഴിവാക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂൺ 1 മുതൽ അനിശ്ചിതകാല സിനിമാ സമരം എന്ന് നേരത്തെ തന്നെ ഫിലിം ചേംബർ അടക്കം പ്രഖ്യാപിച്ചത്. അതിന് മുന്നോടിയായി ഈ മാസം ഒരു സൂചനാ സമരം നടത്താനായിരുന്നു ധാരണ. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഫിലിം ചേംബർ യോഗം ചേർന്നത്. ഇതിൽ നിർമ്മാതാക്കളുടെ സംഘടനകൾ, അതോടൊപ്പം തന്നെ വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും സംഘടനകൾ, അവരുടെ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. ഒടുവിൽ എത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം, ഇതിൽ സർക്കാർ നിലവിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രം ഇതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നതാണ് ചേംബർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 10-ാം തീയതിക്ക് ശേഷം സാംസ്കാരിക മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമാ മേഖലയിലെ വിവിധ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഈ ചർച്ചയിലായിരിക്കും ഈ സർക്കാരിൻ്റെ നിലപാട് തിരിച്ചറിയാൻ കഴിയുക. അതിനുശേഷമായിരിക്കും സൂചനാ സമരത്തിൻ്റെ കാര്യത്തിലടക്കം തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ചേംബറിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ നിലവിൽ ചർച്ചാ വിഷയമാകുന്ന ഈ സിനിമയിലെ വയലൻസുമായി ബന്ധപ്പെട്ട് അത്തരമൊരു വിഷയം ഈ ചേംബറിൻ്റെ യോഗത്തിൽ ചർച്ചയായിട്ടില്ല എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. മാത്രവുമല്ല, ഈ സിനിമാ മേഖലയിലെ സിനിമയിലെ വയലൻസ് രംഗങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സിനിമയ്ക്ക് മുമ്പും അതോടൊപ്പം തന്നെ നേരത്തെയും ഇത്തരം വയലൻസ് രംഗങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതേസമയം OTT വഴി നിരവധി ചിത്രങ്ങൾ ഇത്തരത്തിൽ വലിയ വയലൻസും മറ്റും കുത്തിനിറച്ചുള്ള ചിത്രങ്ങളടക്കം എത്തുന്നുണ്ട്. ആ കാര്യത്തിൽ നിയന്ത്രിക്കാൻ പലപ്പോഴും സർക്കാരിനും മറ്റും കഴിയുന്നില്ല. അതേസമയം സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരം ചിത്രങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ ചർച്ചയിലേക്ക് ചേംബർ കടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉന്നയിച്ച മറ്റൊരു വിഷയം ഈ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചാണ്. ഈ കാര്യവും ഇന്ന് വലിയ തോതിൽ ചർച്ചയായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. താരങ്ങളുടെ പ്രതിഫലം കുറക്കുന്നത് സംബന്ധിച്ച് അത് സംഘടനകളായ AMMയും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചയിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നതാണ് ചേംബറിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ നേരത്തെ ആന്റണി പെരുമ്പാവൂരിൻ്റെ അടക്കം വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ്, സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്, സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. ആ പശ്ചാത്തലത്തിൽ അതിലും ഇനി തുടർ നടപടിയിലേക്ക് കടക്കില്ല എന്നാണ് ചേംബർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമാ സമരം ഉണ്ടോ ഇല്ലയോ എന്നത് സ്വാഭാവികമായും ഇനി സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക. തീർച്ചയായിട്ടും എന്തായാലും അന്തിമ തീരുമാനം ചർച്ചയ്ക്ക് ശേഷമായിരിക്കും. മന്ത്രിയുമായിട്ടുള്ള അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.